യൂത്ത് കോൺഗ്രസിന്റെ ഈ വർഷത്തെ കാസർഗോഡ് ജില്ലാതല നേതൃയോഗം കാഞ്ഞങ്ങാട്ടെ കാർഷിക വികസന ബാങ്ക് ഹാളിൽ സമാപിച്ചു. സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA യോഗം ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. രാഷ്ട്രീയ അക്രമങ്ങൾക്കെതിരെയുള്ള സന്ദേശം നൽകാനാണ് രാജ്യസഭയിലേക്ക് MPമാരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നതെങ്കിൽ ആദ്യം പരിഗണിക്കേണ്ട പേര് ബോംബേറിൽ കാൽ നഷ്ടപ്പെട്ട കണ്ണൂരിലെ ഡോക്ടർ അസ്നയാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും പാലക്കാട് MLAയുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. യൂത്ത് കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റ് രാജിവെച്ചാൽ പോലും വലിയ വാർത്തയാകുന്ന ഇക്കാലത്ത് ഇന്ത്യൻ ഉപരാഷ്ട്രപതി രാജിവെച്ചാൽ പ്രാധാന്യമുള്ള വാർത്തയാകുന്നില്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും പാലക്കാട് MLAയുമായ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു. കാഞ്ഞങ്ങാട് കാർഷിക വികസന ബാങ്ക് ഹാളിൽ സംഘടനയുടെ കാസർഗോഡ് ജില്ലാതല നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർണാടകയിലെ യൂത്ത് കോൺഗ്രസിന്റെ ബൂത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് രാജിവെച്ചത് വാർത്ത, ഇന്ത്യയിൽ ഉപരാഷ്ട്രപതി രാജിവെച്ചത് വാർത്തയാകുന്നില്ല. എന്തൊരു അപകടകരമായ സാഹചര്യത്തിലൂടെ നമ്മൾ രാജ്യം പോകുന്നു. രണ്ട് അപകടം. ഒന്ന്, രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആ പദവിയിലേക്ക് എത്താൻ ഒരു യോഗ്യതയുമില്ലാത്തൊരുത്തൻ, ആ പദവി അർഹിക്കാത്തൊരുത്തൻ, ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ പുല്ലുവില മാത്രം കൽപ്പിക്കുന്ന ഒരുത്തൻ. തൊട്ടു മുൻപുള്ള പദവി എന്താ? പശ്ചിമ ബംഗാളിന്റെ ഗവർണർ. എന്തായിരുന്നു പ്രവർത്തനം? യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KR കാർത്തികേയൻ അധ്യക്ഷനായി. കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് PK ഫൈസൽ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അബിൻ വർക്കി കോടിയാട്ട്, OJ ജനീഷ്, അനു താജ്, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ജോമോൻ ജോസ്, BP അബ്ദുൾ റഷീദ്, കാസർഗോഡ് DCC വൈസ് പ്രസിഡന്റ് BP പ്രദീപ് കുമാർ, DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PV സുരേഷ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി CM ഉനൈസ്, റിനോ P രാജൻ, ഷോണി K തോമസ്, രാജേഷ് തമ്പാൻ, വിനോദ് കപ്പിത്താൽ എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ മുഴുവൻ വാർഡ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളും ആഗസ്റ്റ് 9 മുമ്പ് രൂപീകരിക്കുവാൻ യോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.